ചീഫ് മിനിസ്റ്റർ വിജയ്, അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ടോപ്പിക്. കഴിഞ്ഞൊരു മാസമായിട്ട് ഉയർച്ചയും താഴ്ചയിലൂടെയൊക്കെ വിജയ് പോയി നമ്മൾ കണ്ടാണ്. കഴിഞ്ഞൊരു ആഴ്ച റിസൾട്ട് അറിഞ്ഞ് വിജയ് വിജയിച്ചിട്ടും CM ആകാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിനെ നടന്നു. വളരെ നാടകീയമായ പല രംഗങ്ങളും, പല പാർട്ടികളും സപ്പോർട്ട് ചെയ്യാൻ ചിലവർ നിന്നിട്ട് പിന്മാറി, ചിലർ നിൽക്കുമെന്നുള്ള ആശങ്ക ഉണ്ടായി. ഇതൊക്കെ മറികടന്ന് ആൾ CM ആയി. സത്യപ്രതിജ്ഞ പോലും ലൈവായിട്ട് നമ്മൾ കേരളത്തിലെ ആളുകൾ പോലും ഇരുന്ന് കാണേണ്ട ഒരു ലെവലിലേക്ക് അയാൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ കാണുമ്പോൾ നമുക്ക് ഒരു ബാഹുബലി കണ്ട ഒരു ഫീൽ ആയിരുന്നു. ആ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ആ സത്യപ്രതിജ്ഞ ആളെന്താണ് പഠിച്ച് ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഒരു സിനിമ സ്റ്റൈലിൽ നമുക്കത് ആള് അവതരിപ്പിച്ചത്. എന്തായാലും തമിഴ്നാടിൻ്റെ ഭാവി ആള് കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളവർക്ക് എല്ലാവർക്കും വിശ്വാസം, ആ ഒരു പ്രതീക്ഷയും ആളിലുണ്ട്. ഇന്നലെ ആള് ഫസ്റ്റ് കയ്യൊപ്പ് വെച്ച് തന്നെ 200 യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ലെവലിലേക്കാണ്. പിന്നെ വുമൺ സേഫ്റ്റിക്ക് വേണ്ടി സ്പെഷ്യൽ ഫോഴ്സിനെ ആൾ നിയമിച്ച് ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആക്കാനുള്ള എല്ലാ കൺട്രോളും ആൾ തുടങ്ങിക്കഴിഞ്ഞ്. അങ്ങനെ നിരവധി മാനിഫെസ്റ്റോ ആൾ ഇറക്കിയതൊക്കെ പാലിക്കാനുള്ള ലെവലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കും വേണം അങ്ങനെ ഒരു യുവത്വത്തിൻ്റെ ഒരു നേതാവെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കണ്ടത്.